UDF-ൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള കലഹവും കയ്യാങ്കളിയും തുടരുകയാണ്. പാലക്കാട്ട് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ തമ്മിലും മലപ്പുറത്ത് മുസ്ലിം ലീഗ് പ്രവർത്തകർ തമ്മിലും കയ്യാങ്കളി തന്നെ ഉണ്ടായി. കോഴിക്കോടും എറണാകുളത്തും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടഞ്ഞു നിൽക്കുകയാണ് നേതാക്കൾ. ചിറയൻകീഴിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗ്രൂപ്പ് കളി ആരോപിച്ച് KPC ജനറൽ സെക്രട്ടറി രമണി P. നായർ മണ്ഡലം ചുമതലയൊഴിഞ്ഞു. കൊല്ലത്ത് ലീഗിന്റെ സീറ്റിൽ ഇതുവരെ സ്ഥാനാർത്ഥിയായിട്ടില്ല. പാലക്കാട് പിരായിരിയിലാണ് കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായത്. കൊടുന്തിരപ്പുള്ളി വാർഡിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയാണ് തർക്കം. നിലവിലെ അംഗം ശിവപ്രസാദും സംഘവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാദിഖ് ഭാഷയുമായാണ് ഏറ്റുമുട്ടിയത്. മലപ്പുറം പെരുവള്ളൂരിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ തമ്മിലും കയ്യാങ്കളി ഉണ്ടായി. 3 ടേം വ്യവസ്ഥ ലംഘിച്ചുള്ള സ്ഥാനാർത്ഥി നിർണയത്തിനെതിരായ പ്രതിഷേധമാണ് രാത്രി സംഘർഷത്തിലെത്തിയത്. തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിത്വത്തിൽ ഗ്രൂപ്പ് കളിക്കുന്നുവെന്നാരോപിച്ച് KPCC ജനറൽ സെക്രട്ടറി രമണി P. നായർ ചിറയൻകീഴ് മണ്ഡലം കോർ കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം ഒഴിഞ്ഞു. DCC ജനറൽ സെക്രട്ടറി MJ ആനന്ദും പാർട്ടിയിലെ സ്ഥാനങ്ങൾ രാജിവെച്ചു. കോഴിക്കോട് കോർപ്പറേഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ ശ്രമമെന്നാരോപിച്ച് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. DCC പ്രസിഡന്റ് MP മുൻ KPCC വർക്കിംഗ് പ്രസിഡന്റ് ഉൾപ്പെടെ 7 ആളുകൾ ആ കോർ കമ്മിറ്റിയിലുണ്ട്. ഇവർ മത്സരിക്കുകയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ മത്സരിക്കുകയാണ്. എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടെന്നാണ് DCCയുടെ തീരുമാനം. മാത്യു കുഴൽനാടൻ, അജയ് തറയിൽ, MR അഭിലാഷ് തുടങ്ങിയവരാണ് സ്ഥാനാർത്ഥികളെ മാറ്റണമെന്നാവശ്യപ്പെട്ട് രംഗത്തുള്ളത്. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പ്രചാരണത്തിൽ നിന്ന് അടക്കം വിട്ടുനിൽക്കുമെന്നാണ് മുന്നറിയിപ്പ്. വയനാട്ടിൽ സീറ്റ് നിഷേധിച്ചതിൽ കടുത്ത അതൃപ്തിയിലാണ് യൂത്ത് കോൺഗ്രസ്. കഴിഞ്ഞ തവണ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗമായിരുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി ജഷീർ പള്ളിവയലിനും ജില്ലാ അധ്യക്ഷൻ അമൽ ജോയിക്കും സീറ്റ് നൽകിയില്ല. സംഘടനയുടെ എതിർപ്പിനെ തുടർന്ന് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് സ്ഥാനാർത്ഥി നിർണയം വൈകുകയാണ്. സീറ്റ് നിഷേധിച്ചതിലെ അതൃപ്തി അമൽ ജോയ് ഫേസ്ബുക്കിലൂടെ പരസ്യമാക്കി. കൊല്ലം കോർപ്പറേഷനിൽ വാളത്തുങ്കൽ ഡിവിഷനിൽ മുസ്ലിം ലീഗിന് ഇതുവരെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനായില്ല. UDF സ്വതന്ത്രനെ പ്രഖ്യാപിക്കണമെന്ന ലീഗിന്റെ ആവശ്യം തള്ളിയ കോൺഗ്രസ് സീറ്റ് വിട്ടു നൽകണമെന്ന നിലപാടിലാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.